ഹലോ മക്കളെ, ആർക്കനെക്സിൽ നിന്ന് നന്ദു സാറാണ്. അപ്പൊ നമ്മളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. വളരെ സിമ്പിൾ ആയിട്ട് സാർ വളരെ കുറഞ്ഞ പോയിന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്നാൽ നോക്കിയോ, ക്ലൈമറ്റിക് റീജിയൻ എക്സ്റ്റെൻഡഡ് അപ് ടു 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ഇക്വേറ്റർ. എന്നുവെച്ചാൽ ഇക്വേറ്റർ 0 ഡിഗ്രി, ഭൂമധ്യരേഖ 0 ഡിഗ്രി ആണെങ്കിൽ ഇവിടുന്ന് 10 ഡിഗ്രി നോർത്തിലേക്കും 10 ഡിഗ്രി സൗത്തിലേക്കുമാണ് പ്രധാനമായി. എന്ന് വെച്ചാൽ 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കുമായിട്ടാണ് എന്ത് കാണാൻ സാധിക്കുക, ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ കാണാൻ സാധിക്കുക അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല കാണാൻ സാധിക്കുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫാൾ എന്ന് വെച്ചാൽ ഉയർന്ന താപനിലയും ഉയർന്ന മഴയും ലഭ്യമാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇക്വേറ്ററിലാണ്, അതുകൊണ്ട് തന്നെ ചൂടും വളരെ ഉയർന്ന താപനില അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന മഴയും ലഭ്യമാവുന്ന പ്രദേശമാണ് ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇനി എന്തുകൊണ്ട് ഉയർന്ന താപനില? ദ ക്ലൈമറ്റിക് റീജിയൻ ഈസ് ഹോട്ടർ, വളരെ ചൂടേറിയ പ്രദേശമാണ്. സൺ റേസ് ഫാൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലി, വെച്ചാൽ സൂര്യൻ ഇവിടെയാണ്, സൂര്യപ്രകാശം കുത്തനെ വന്ന് അടിക്കുന്ന സ്ഥലമാണ് ഏത് മക്കളെ, ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കുത്തനെ വന്ന് അടിക്കുന്നത് കൊണ്ട് തന്നെ, വെർട്ടിക്കലി ആയിട്ട് വന്ന് അടിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഭയങ്കര ചൂട് അനുഭവപ്പെടും എന്ന കാര്യം നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിക്കോളൂ, ദിസ് ഇസ് എ ഹയർ കൺവെൻഷണൽ റെയിൻഫാൾ, ഉയർന്ന മഴ ലഭ്യമാകാൻ, സംവഹന മഴയ്ക്ക് കാരണമാവുന്ന പ്രദേശമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ 4 മണി വൈകുന്നേരങ്ങളിൽ മഴ പെയ്യാൻ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ്, കൊടുങ്കാടായ പ്രദേശമാണ് ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ സാധിക്കും. എവർഗ്രീൻ ഫോറസ്റ്റ് പറഞ്ഞാല് പ്രധാനമായും നിത്യഹരിത വനങ്ങൾ, പ്രധാനമായും ഞാൻ പറഞ്ഞു വളരെ തിങ്ങി നിറഞ്ഞ കാടുകളുള്ള പ്രദേശമാണ് ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വൺ വേർഡ് ചോദ്യം കൂടി സാറുകളിലേക്ക് എത്തിക്കാണ്. പിഗ്മീസ് എന്ന് പറഞ്ഞ ട്രൈബൽ പീപ്പിൾ, ഗോത്ര വിഭാഗക്കാര് ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ താമസിക്കുന്നവരാണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.